ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. പവിത്രൻ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ വേദയുടെ മുത്തശ്ശി പറയും, ആ സമ്മാനം നീ ചേട്ടന് തന്നെ കൊടുക്കുമോളെ. വേദ പേടിച്ചുകൊണ്ടാണ് അത് കൊടുക്കുന്നത്. വാങ്ങിക്ക് ചേട്ടാ എന്ന് ദീപ്തി പറയുമ്പോ ശ്രീകാന്ത് അത് വാങ്ങിക്കണേ. ഇത് കാണുമ്പോ എല്ലാവരും ക്ലാപ്പ് ചെയ്യും. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവും. ശങ്കരൻ പറയും, അമ്മേ ഇനി ഇവരെ പൂജ റൂമിലേക്ക് കൊണ്ടുപോയിക്കോളൂ. പത്മം മുത്തശ്ശേരും അത് നല്ലതാണ്. സുധാകരനും ശങ്കരനും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കട്ടെ. അത് കേൾക്കുമ്പോ അവര് ചിരിക്കുന്നില്ല, പരസ്പരം നോക്കും. അമ്മ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കണേ. വരൂ അമ്മേ എന്ന് വേദ വിളിക്കുമ്പോ കമലയും അവരുടെ കൂടെ പോവാ. അങ്ങനെ വേദയും വിക്രമും കൂടെ അവളുടെ വീട്ടിലെ പൂജ റൂമിലെ കൈവിളക്ക് വെച്ച് രണ്ടുപേരും കൂടെ പിടിച്ച് ആ വിളക്ക് വെക്കുമ്പോ വേദ പറയും, അതെ വിളക്ക് പ്രകാശമാണ്, അത് മുഖത്തും കാണാം. കണ്ണിലെ പ്രകാശം മുഖത്തും വന്നോട്ടെ. അപ്പൊ വിക്രം വേദയെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു കള്ളനോട്ടവും നോക്കുന്നുണ്ട്. എല്ലാവരും പിറകിലുണ്ട്, പ്രാർത്ഥനയോടെ നിൽക്കുക. അങ്ങനെ ഇവർ രണ്ടുപേരും ആ വിളക്ക് കത്തിക്കുക. അപ്പൊ മുത്തശ്ശിക്കും എന്താ രണ്ടാളും കൂടെ സ്വകാര്യം പറയുന്നത്. ഇത് പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശിക്കും അച്ചമ്മയ്ക്കൊക്കെ നാണം വരുന്നുണ്ട്. അവർക്ക് ഇനിയല്ലേ സ്വകാര്യം പറയാനുള്ളത്, അല്ലേ മോളെ? കമല പറയും, എന്തായാലും എന്റെ മകന് ഇങ്ങനെ ഒരു ഭാഗ്യം വരുന്നു. അവനെ വേദയുടെ വീട്ടുകാരെ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നേ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അത് നടന്നു, വലിയ സന്തോഷം. വേദയുടെ മുത്തശ്ശി പറയും, എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു കമലയെ. അത് വേഗത്തിൽ നടക്കാൻ കാരണം വിക്രത്തിന്റെ അച്ചമ്മയാണ്. എന്നാ പിന്നെ ആ ക്രെഡിറ്റിനെ കൊടുകൈ എന്ന് പറഞ്ഞ മുത്തശ്ശി അച്ചമ്മയുടെ കൈ അടിക്കും. ഇതൊന്നും കണ്ടിട്ട് സഹിക്കാതെ അവിടെ നന്ദിനിയുണ്ട്. ഇവർക്ക് മുന്നിലെ ഒരു ചിരി മുന്നിൽ കാണിച്ചുകൊണ്ട് നിൽക്കുക. ശങ്കരനും മാഷും കൂടെ പരസ്പരം അടുത്തടുത്ത് ഇരിക്കുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടുന്നില്ല. രണ്ടുപേർക്കും ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോ കുറച്ചു കഴിഞ്ഞാല്, അതായത് ഒരു നീണ്ട മൗനത്തിന് ശേഷം ശങ്കരൻ പറയും, മോളും LLB ആ പഠിച്ചത്. അവൻ പഠിച്ചത് മാഷാകാൻ വേണ്ടിയായിരുന്നോ എന്ന് മാഷ് പറയും. വക്കീലാകണം എന്നായിരുന്നില്ല, പതിയെ തുടങ്ങി സുപ്രീം കോടതി ജഡ്ജ് ആവണം എന്ന് വരെ പറയായിരുന്നു അവള്. മാഷ് പറയും, എന്നെ പോലെ പ്രൈമറി സ്കൂൾ മാഷ് ആവണം എന്നായിരുന്നില്ല, ഗവേഷണം, ടീച്ചറിങ് അങ്ങനെയൊക്കെയായിരുന്നു അവന്റെ ആഗ്രഹം. ശങ്കരൻ പറയും, 6-7 വർഷം മുമ്പ് പ്രതിക്കൂട്ടിൽ വന്നു നിന്നത് എന്റെ കോടതിയിലായിരുന്നു. അത് പറയുമ്പോ ശങ്കരനും വിഷമമുണ്ട്, കേൾക്കുന്ന മാഷിനും. അങ്ങനെ രണ്ടുപേരുടെയും നോട്ടത്തിൽ അതുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ലല്ലോ കാര്യങ്ങൾ സംഭവിക്കുക. മാഷു പറയും, പക്ഷേ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചല്ലേ പറ്റൂ, അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും. ശങ്കരൻ പറയും, ഇനി അടുത്ത പരിപാടി എന്താണെന്ന്, കാര്യങ്ങൾ എങ്ങനെയാണെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? മാഷു പറയും, അവന്റെ കാര്യങ്ങളൊന്നും എന്നോട് ആലോചിച്ചിട്ടല്ല ചെയ്യാറ്. മോളും അച്ഛൻ തീരുമാനിച്ച പ്രകാരമല്ലല്ലോ കാര്യങ്ങൾ ചെയ്യുന്നത്. അവർ രണ്ടച്ഛന്മാരുടെ ഉള്ളിൽ ഇപ്പൊ രണ്ടാൾക്കും നന്നായിട്ട് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോഴേക്കും എല്ലാവരും അവിടുന്ന് തിരികെ വരിക. വേദയും പത്മവും മുത്തശ്ശിയും വന്നിട്ടില്ല, ബാക്കി എല്ലാവരും ഉണ്ട്. കമല വന്ന്, മാഷെ നമുക്ക് പോണ്ടേ, പിന്നെ നമുക്ക് ഇറങ്ങാം. പ്രീതി വന്നിട്ടേക്കും, ഇപ്പോഴോ? ചെന്നിട്ട് വേറെ തിരക്കുണ്ട് മോളെ, അതൊന്നും പറ്റില്ല, ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതിന്ന് ദീപ്തി പറയുമ്പോ അച്ഛൻ പറയും, അതാ അതിന്റെ ശരി. അല്ല അങ്ങനെ വേദയെ അച്ഛൻ അന്വേഷിക്കുമ്പോ വേദയും പത്മവും മുത്തശ്ശി ഇങ്ങോട്ട് റൂമിലേക്ക് പോയിട്ടുണ്ടെന്ന് ദീപ്തി പറയും. നന്ദിനിയെ ചോദിക്കുകയാണേ കമല, അയ്യോ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോ നന്ദിനി അവിടെ മുകളിലെ ഫോട്ടോസൊക്കെ നോക്കി നിൽക്കണേ. പെട്ടെന്ന് ശബ്ദം കേട്ട് റൂമിലേക്ക് പോയി നോക്കുന്നുണ്ട്. റൂമിലാണെങ്കിൽ മുത്തശ്ശി അമ്മയും കൂടെ 2 ട്രോളി ബാഗും അതുപോലെ ആഭരണങ്ങളും എടുത്തു വെച്ചിരിക്കണേ. എന്താ ഇതൊക്കെ? നിനക്ക് വേണ്ടി ഞങ്ങൾ പർച്ചേസ് ചെയ്തതാ. 1-2 വർഷത്തേക്ക് നിനക്കിനി വസ്ത്രങ്ങളൊന്നും വേണ്ടി വരില്ല. ഈ സമയം നന്ദിനി പതിയെ പമ്മി ഇവരെ വന്നിങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. വേദ പറയും, ഇപ്പൊ എനിക്ക് അതൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞോ? നീ പറഞ്ഞില്ല, പക്ഷെ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടത് ഞങ്ങളെ ഉത്തരവാദിത്തമല്ലേ. എന്നാ ഇപ്പൊ എനിക്കിതൊന്നും വേണ്ടമ്മേ. ഇത് കേൾക്കുമ്പോ നന്ദിനി വിചാരിക്കും, ഇവളെന്തിനാ വീട്ടിൽ നിന്ന് തരുന്നൊക്കെ വേണ്ടെന്ന് പറയുന്നേ. വേദ പറയും, കുറെ ഏറെ വസ്ത്രങ്ങള് മുത്തശ്ശി എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ കല്യാണത്തിന്റെ സമയത്ത് 1 കൊല്ലത്തേക്കുള്ളത് അച്ഛമ്മ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. നന്ദിനിക്ക് ഇങ്ങനെ സഹിക്കുന്നില്ല. ഹോ, ഇവരതും ചെയ്തോ? പത്മം പറയും, അതുകൊണ്ട് ഞങ്ങൾ തരാൻ പാടില്ലെന്നുണ്ടോ? ഇല്ലല്ലോ. ശേഷം ആഭരണങ്ങളും കാണിച്ചു കൊടുക്കും. നിന്റെ കല്യാണത്തിന് വേണ്ടി അന്ന് ഞങ്ങൾ വാങ്ങിച്ചു വെച്ചതാണേ, ദാ 101 പവനുണ്ട്. ഇത് കേൾക്കുമ്പോ വേദയ്ക്കല്ല നന്ദിനിക്കാ ഞെട്ടല് വരുന്നത്. അയ്യോ, 1/4 കോടി രൂപ, അതും വേണ്ടെന്ന് പറയും ഇവള്. വേദ പറയും, വേണ്ടമ്മേ. നന്ദിനി ഞെട്ടിപ്പോ. വേദ പറയും, അതൊരു സാധാരണ സ്ഥല, എന്റെ അച്ഛന്റെ പതിവ് വെച്ച് എനിക്ക് ഷോ ഓഫ് ചെയ്യാനുള്ള സ്ഥലമല്ല അത് കാണിക്കാൻ കൂടി വേണ്ടിയാണ് ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചതെങ്കിൽ അത് വേണ്ട മുത്തശ്ശി. പത്മം പറയും, മോളെ ഞങ്ങളുടെ മകൾക്ക് വിവാഹ സമ്മാനം കൊടുക്കേണ്ടത് ഞങ്ങളുടെ കടമയല്ലേ? വേദ പറയും, അതെ, പക്ഷെ അതെന്റെ അനുജത്തിക്ക് വേണ്ടി ഇരുന്നോട്ടെ എന്ന് പറയാനുള്ള അവകാശം എനിക്കും ഉണ്ടല്ലോ അമ്മേ. ഇത് കേൾക്കുമ്പോ അമ്മയ്ക്കും മുത്തശ്ശിക്കും ഒരു വിഷമമുണ്ട്. നന്ദിനി വിചാരിക്കും, ഓ, അല്ലെങ്കിൽ ദാനം ചെയ്യുമ്പോ അത് സ്വന്തം ചോരക്കല്ലേ കൊടുക്കുള്ളൂ. മുത്തശ്ശി പറയും, പത്മം നീ പെട്ടിയെടുക്ക്, എന്താ വേണ്ടെന്ന് ഞാൻ പറയാം, നീ വാ വേദേ എന്ന് പറഞ്ഞിട്ട് അവര് പുറത്തേക്ക് ഇറങ്ങുമ്പോ നന്ദിനി വേഗം എന്ത് ചെയ്യണം എന്നായത് അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുക. ഹായ്, നല്ല ഫോട്ടോ എന്ന് പറഞ്ഞത് നോക്കി നിൽക്കും. അങ്ങനെ ഇവര് ഇറങ്ങുമ്പോ നന്ദിനിയെ ശ്രദ്ധിക്കുന്നില്ല. നീ അവിടെ നിൽക്ക് വേദേ എന്ന് പറഞ്ഞ് നന്ദിനി വേദയെ പിടിച്ചു വെക്കും. എന്താ അതൊരു സംസാരം? വേദ പറയും, കൃത്യമായി ഒളിഞ്ഞു നിന്നെല്ലാം കേട്ടതാണല്ലോ, പിന്നെ എന്തിനാ ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് വേദ പോകും. നന്ദിനി വിചാരിക്കും, ഞാൻ നോക്കിയത് ഇവളെങ്ങനെ കണ്ടു, ഇവൾക്ക് എന്താ ചുറ്റിലും കണ്ണാണോ എന്ന് പറഞ്ഞ് പിന്നാലെ പോവാണ്. അങ്ങനെ മുത്തശ്ശിയും വേദയും പത്മവും കൂടെ താഴേക്ക് വരണേ.
അങ്ങനെ അവർ ആ ആഭരണപ്പെട്ടി അവിടെ വെക്കും. എന്നിട്ട് പറയും, അമ്മണിയമ്മേ എനിക്ക് നിങ്ങളോട് എല്ലാവരോടുമായിട്ട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് ആ ആഭരണപ്പെട്ടി തുറന്നു കാണിക്കും. ദാ ഈ സ്വർണം ഞങ്ങള് വേദയുടെ കല്യാണത്തിനായിട്ട് കരുതി വെച്ചിരുന്നതാ. ഇത് എത്രയുണ്ട് എന്നുള്ളതല്ല പ്രധാനം, ഇത് അവൾക്ക് വേണ്ടി ഞങ്ങൾ കരുതി വെച്ച സ്നേഹമാണെന്നാണ്. എന്നാ നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല കാര്യങ്ങൾ നടന്നത്. പക്ഷെ എല്ലാം ഇപ്പൊ മാറി വന്നിട്ടുണ്ട്. നമ്മൾ ഇരു കുടുംബങ്ങളും ഇവരെ അംഗീകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്നേഹം ഇവൾക്ക് സമ്മാനിക്കുന്നതില് നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഇത് ചോദിക്കുമ്പോ ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴേക്കും ശ്രീകാന്തും വർഷയും അങ്ങോട്ട് വരും. പത്മം പറയും, മോള് പറയുന്നത് അവൾക്കിത് വേണ്ടെന്നാ. ശ്രീ വന്നിട്ടേക്കും, എങ്കിൽ പിന്നെ അമ്മ എന്തിനാ നിർബന്ധിക്കുന്നത്? മുത്തശ്ശേരിയും കാരണമുണ്ട്. അവൾ ഇത് നിരസിക്കുന്നത് വിക്രത്തിനും കുടുംബത്തിനും ഇത് ഇഷ്ടപ്പെടില്ലെന്ന് കരുതിയാ. അപ്പൊ വേദ പറയും, അത് മാത്രമല്ല. അപ്പൊ തന്നെ മുത്തശ്ശേരിയും, വേദ തൽക്കാലം മിണ്ടാതിരിക്കേ. ഞങ്ങളുടെ കുട്ടിക്ക് വിവാഹ സമ്മാനമായി ഇത്തിരി സ്വർണം കൊടുക്കുന്നതില് നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഇതിനെ കമലയും ആശു അമ്മണിയമ്മയാണ് എനിക്ക് ഉത്തരം തരേണ്ടത്. കമല പറയും, അതിപ്പോ. അപ്പോഴേക്ക് വിക്രം പറയും, ഞങ്ങളുടെ വീട്ടിലേക്കായിട്ട് ഒന്നും വേണ്ട, അത് ഞങ്ങളുടെ തീരുമാനമാണ്. പത്മം പറയും, വീട്ടിലേക്കായിട്ടല്ലോ, ഇത് ഇവൾക്ക് വേണ്ടി കൊടുക്കുന്നതല്ലേ. മാഷു പറയും, നോക്കൂ, നിങ്ങളുടെ മനസ്സ് ഞങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് കൊടുക്കാൻ പറ്റുന്ന അത്രയും കൊടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകും. പക്ഷെ അതിൽ തെറ്റില്ല. ആ വീടിന്റെ ഗൃഹനാഥൻ എന്ന നിലയിൽ എനിക്ക് എന്റേതായ നിലപാടും ചില തീരുമാനങ്ങളുണ്ട്. അത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാവണം. മാഷു പറഞ്ഞോളൂ. അങ്ങനെ മാഷു പറയണേ, എന്റെ മൂന്നാമത്തെ മകനാ വിക്രം. അവന്റെ ഭാര്യയായിട്ടാണ് അവൻ താലി കിട്ടിയതിന്റെ പേരില് വേദ അവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയത്. അത് ഇത്ര ദിവസം നീണ്ടുപോകുന്ന ഞാനും കരുതിയതല്ല. അവർക്ക് മുമ്പ് വേറെ രണ്ടാൾക്കാരെ അവിടെ വന്നിട്ടുണ്ട്, 2 മരുമക്കള്, ശ്രീജയും നന്ദിനിയും. ഇതുപോലെ വലിയ കുടുംബത്തിലല്ല, സാധാരണ പാവപ്പെട്ട കുടുംബത്തിലാണ് അവര്. നിങ്ങൾ നൽകുന്ന പൊന്നിന്റെയും പണത്തിന്റെയും പേരില് നിങ്ങളുടെ മകൾക്ക് എന്റെ വീട്ടിലെ പ്രത്യേക സ്ഥാനവും പരിഗണനയും നൽകാൻ പോകുന്നില്ല. പക്ഷെ അത് എന്റെ മറ്റു 2 മരുമകൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. പുതുതായി വന്നവൾക്ക് ഞങ്ങളെക്കാളും സ്ഥാനം കിട്ടിയിട്ടുണ്ടെന്ന് അവർക്ക് തോന്നാൻ ഈ സമ്മാനം ഒരു കാരണമാവരുത്. അതുകൊണ്ട് ഇത് വേണ്ടെന്നേ ഞാൻ പറയൂ. വേദ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനുള്ള വിവേകം അവൾക്കുള്ളത് കൊണ്ടാണ്. ഇത് കേൾക്കുമ്പോ ശങ്കരൻ അടുത്ത് വന്നിട്ട് പറയും, ഗംഭീരായി മാഷേ, മാഷു പറഞ്ഞതാ ശരി. എന്റെ മകള് വിവാഹം കഴിച്ചത് ആരെയാണെങ്കിലും അവള് ചെന്ന് കയറി കുടുംബത്തിന് ഒരു ധാർമ്മികതയുണ്ട്. മാഷിരിക്കൂ, എനിക്ക് 1-2 കാര്യങ്ങൾ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ശങ്കരൻ അവിടുന്ന് പോകുമ്പോ അതെന്താന്നുള്ള ഒരു ആകാംക്ഷയിലാണ് എല്ലാവരും നിൽക്കുന്നത്. ശ്രീകാന്തൊന്നും ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം മുകളിൽ ചെന്ന് വേദയുടെ ആ ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാണേ. അപ്പൊ വേദ വന്ന് ജ്യൂസ് കൊണ്ടുവന്ന് എടുക്കും. എന്നിട്ട് വിക്രം അത് വാങ്ങിച്ചു കുടിക്കുന്നുണ്ടേ. വേദ പറയും, അച്ഛൻ സ്വർണം കൊടുത്തപ്പോ അങ്ങനെ പറഞ്ഞത് അമ്മയ്ക്കും അച്ഛനും മുത്തശ്ശിക്കൊക്കെ വലിയ കാര്യമായി തോന്നിയിട്ടുണ്ട്. ആ സ്വർണം തന്നത് തെറ്റായി പോയത്രേ എന്നിപ്പോ അവർക്ക് തോന്നി. അപ്പോ വിക്രം പറയും, അച്ഛനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ആ സ്വർണം വാങ്ങിക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. വേദ പറയും, അത് ശരിയായിരിക്കും, പക്ഷേ നിങ്ങൾക്കത് വേണ്ടെന്ന് പറയാനേ കഴിയൂ. അതിന്റെ കാരണം ചോദിച്ചാൽ ഭാര്യ വീട്ടിൽ നിന്നുള്ള ഔദാര്യം വേണ്ടെന്നേ നിങ്ങൾ പറയൂ. പക്ഷെ അച്ഛന്റെ നിലപാട് അതല്ല. വീട്ടിൽ വന്നു കയറുന്ന മരുമക്കളെ എല്ലാവരെയും തുല്യമായി കാണണമെന്നുള്ള ഒരു തോന്നൽ അതിലുണ്ട്. എന്റെ അച്ഛന് പോലും ഒന്നും മിണ്ടാൻ കഴിയാതെ വന്നത് ആ നീതിബോധത്തിന് മുന്നിലാ. വിക്രം പറയും, നിന്റെ കോംപ്ലിമെന്റിന് നന്ദി, ഞാനത് അച്ഛനെ അറിയിച്ചോളാം. വേദ ചിരിച്ചുകൊണ്ട് പറയും, നേരിട്ട് നോക്കിയാൽ മുഖം തിരിക്കുന്ന നിങ്ങൾ പറയുന്നതിനേക്കാൾ നല്ലത് ഞാൻ നേരിട്ട് പറയുന്നതല്ലേ. അപ്പൊ വിക്രം പറയും, ഹാ അത് പോയിന്റ് എന്ന് പറയുമ്പോ വേദ എന്നെ ചിരിക്കുന്നുണ്ട്. അല്ല, കയ്യിൽ വെച്ചിരിക്കാതെ ജ്യൂസ് കുടിക്കി. ശേഷം വേദയെ നോക്കിക്കൊണ്ട് വിക്രം പറയും, താങ്ക്സ്. ഞാനിനി 1-2 കാര്യങ്ങൾ ചോദിക്കട്ടെ, സത്യസന്ധമായി മറുപടി പറയണം. ആദ്യം ചോദ്യം ചോദിക്കി, കേൾക്കട്ടെ. അപ്പൊ വിക്രം ചോദിക്കും, നിനക്ക് അച്ഛനെ വലിയ ഇഷ്ടമായിരുന്നല്ലേ? വേദ പറയും, ഇപ്പോഴും എനിക്ക് എന്റെ അച്ഛനെ ഇഷ്ടം തന്നെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റലിൽ വെച്ച് നീ അച്ഛനോട് അങ്ങനെയൊക്കെ പെരുമാറിയത് എന്തിനാണ്? വേദ പറയും, ചിലപ്പോ ബുദ്ധി നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് വരും. അന്ന് അങ്ങനെ ഒരു ദിവസമായിരുന്നു. അതച്ഛനെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാകുന്നേ പിന്നെ എനിക്ക് മനസ്സിലായത്. വിക്രം പറയും, ഇല്ല വേദാളം, നിനക്കത് മനസ്സിലായിട്ടില്ല. മനസ്സിലായിരുന്നെങ്കിൽ ഇത്രയും സൗകര്യമുള്ള ഒരു വീടും വീട്ടുകാരെയും വിട്ടിട്ട് ഒരു താലിയുടെ പേര് പറഞ്ഞ് നീ അവിടെ വന്ന് കയറുമായിരുന്നില്ല. വേദ ചെറു പുഞ്ചിരിയോട് ചോദിക്കും, നിങ്ങള് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഈ വലിയ പ്രപഞ്ചത്തിന്റെ ഏതോ ഒരു കോണിൽ നിന്ന് ഒരു ചെറിയ ചിത്രശലഭം ഒന്ന് ചിറകടിക്കുമ്പോ വായിലുണ്ടാവുന്ന ചെറു കമ്പനിയില്ലേ, അത് സഞ്ചരിച്ച് മറ്റൊരു കോണിലെത്തുമ്പോ ചുഴലിക്കാറ്റാവാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു തിയറിയാണ്. പ്രപഞ്ചം പോലെ ജീവിതവും സങ്കീർണമല്ലേ? എല്ലാ ചോദ്യങ്ങൾക്കും സിമ്പിളായ ഉത്തരവുണ്ടെങ്കിൽ എന്തൊരു ബോറ ജീവിതം, ശരിയല്ലേ? പക്ഷെ വേദ, എന്തിനെന്ന പോലെ നാട്ടുകാരെ ബോധ്യപ്പെടുത്താനെങ്കിലും ഒരു ന്യായം വേണ്ടേ? വേദ പറയും, ഉവ് നിങ്ങൾ കാണാൻ കൊള്ളാം, മറ്റു ചെറുപ്പക്കാരെ പോലെ പുകവലിയോ മദ്യപാനോ മറ്റു സ്വഭാവങ്ങളൊന്നുമില്ല. പൊതുവെ സ്ത്രീകളോട് മിണ്ടാൻ തന്നെ പോവാറില്ല. മറ്റാൾക്കാരെ സഹായിക്കാൻ നിങ്ങൾ എപ്പോഴും മുന്നിലുണ്ട്. മുതിർന്നവരോട് നിങ്ങൾ മോശമായിട്ട് പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ടും നിങ്ങൾ ജയിലിൽ കിടന്നില്ലേ? പുറത്തു വന്ന് ഒരു തനി ഗുണ്ടയുടെ ജീവിതം തെരഞ്ഞെടുത്തില്ലേ? എന്തുകൊണ്ടാണത്? ഈ ചോദ്യത്തിനു മുന്നിലെ വിക്രത്തിന് മറുപടിയില്ല. തല താഴ്ത്തി മുഖം കൊടുക്കാതെ നിൽക്കും. നാട്ടുകാരെ ബോധ്യപ്പെടുത്താനെങ്കിലും നിങ്ങൾക്കൊരു ന്യായം പറയാനുണ്ടോ? നിങ്ങൾക്കൊന്നും പറയാനില്ല.
പറയാനില്ലെങ്കിൽ എനിക്കും ഒന്നും പറയാനില്ല. അപ്പൊ ശരി, ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞേ വേദ അവിടുന്ന് പോവാണേ. സ്റ്റെയർ ഇറങ്ങാൻ നേരത്തെ വിക്രത്തിനെ ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടാണ് വേദ അവിടുന്ന് പോകുന്നത്. വേദ പോയി കഴിഞ്ഞാൽ വിക്രം വേദയെ ഇങ്ങനെ നോക്കും. അതിനുശേഷം അച്ഛമ്മയും മുത്തശ്ശിയും അവിടെ ഒരു സ്ഥലത്തിരുന്ന് ഇങ്ങനെ ജ്യൂസ് കുടിക്കണേ. എന്താ സാവിത്രി മുഖത്തൊരു ചിരി? ഇനി ചിരി ഉണ്ടാവാതിരിക്കും അമ്മിണിയമ്മേ. ഇതുപോലൊരു ദിവസം ഞാൻ സ്വപ്നത്തിൽ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അത് യാഥാർത്ഥ്യമായില്ലേ? അതിന് കാരണം നിങ്ങൾ ഒരാളാണ്, അത് സമ്മതിക്കാതെ വയ്യ. അച്ഛമ്മ ചിരിച്ചുകൊണ്ട് പറയും, അതല്ല, ഇത് നമ്മുടെ ജോയിന്റ് ഓപ്പറേഷൻ ആണ്. സാവിത്രിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. അങ്ങനെ അമ്മിണിയമ്മ പറയും, അങ്ങനെ ഒരു ആചാരോ പൂജയോ ഒന്നും തന്നെ നിലവിലില്ല. ഞാൻ തിരുമേനിയുടെ രണ്ടായി നിൽക്കുന്ന കുടുംബത്തെ ഒന്നാക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ വേണമെങ്കിലേ എന്തും ചെയ്യാന്ന് പറഞ്ഞപ്പോഴാ ഞാൻ കണ്ടെത്തിയ ഒരു മാർഗാണിത്. ഇത് കേൾക്കുമ്പോ മുത്തശ്ശി ഒന്ന് ഞെട്ടുന്നുണ്ട്, എന്നൊരു സന്തോഷമുണ്ട്. ശേഷം പിന്നീട് കാണിക്കുന്നത് നെക്സ്റ്റ് പ്രൊമോ ആണ്. അതില് ഇവരെല്ലാവരും അവിടെ ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. അച്ഛമ്മ ഇവരോട് അവിടെ താമസിക്കാനും പറയുന്നുണ്ട്. വിക്രം എതിർക്കുന്നുണ്ടെങ്കിലും വിക്രത്തെയും വേദയും അവിടെ ആക്കിയിട്ട് പോട്ടെ വിക്രം എന്ന് മാഷ് ഇങ്ങനെ പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങുന്നത്. ഇത് കേൾക്കുമ്പോൾ വിക്രത്തിനും ഭയങ്കര സന്തോഷവും അത്ഭുതമൊക്കെ തോന്നാണ് വേദയ്ക്കും. അങ്ങനെ ഇറങ്ങാൻ നേരത്തെ മാഷെ എന്ന് വിളിച്ച് ശങ്കരൻ അടുത്തേക്ക് ചെല്ലുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഭാഗത്തിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.